പിന്നെ ഞായറാഴ്ച കേട്ടോ ഇന്നിപ്പോൾ നമ്മൾ വീണ്ടും നിലമ്പൂരിക്കാൻ പോകണം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഏട്ടൻ്റെ മോളെ കല്യാണ നിശ്ചയമാണ് നിലമ്പൂർ. അത് 5-ാം മൈലാണ് കേട്ടോ. അപ്പോൾ വാണിയമ്പലത്ത് ട്രെയിൻ ഇറങ്ങിയിട്ട് പൂവാച്ചിട്ടാണ്. ഇന്നിപ്പോൾ ചെറുകരയാണ്, ട്രെയിൻ എത്താറായിട്ടില്ല കേട്ടോ. കുട്ടികൾ അമ്മും അപ്പൂസൊക്കെ ഇന്നലെ ട്രെയിൻ കഴിഞ്ഞപ്പോൾ അത് 6:20 ട്രെയിൻ വൈകുന്നേരം പോയിട്ടോ. പിന്നെ ചെറിയ ആങ്ങൾ അവിടെ നിന്ന് കൊണ്ടുപോയി കൂട്ടിയിട്ട് പോയി. അവിടെയാണ്. അപ്പോൾ എനിക്ക് ഞാനും രാജേട്ടനും കൂടെ കുറേ പണി ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലെ പോകാനും പറ്റില്ല. പിന്നെ ഈ കോഴികളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ തലേ ദിവസം പോയാലൊന്നും ശരിയാവില്ല. അപ്പോൾ രാവിലെ 7:20 പറഞ്ഞ ട്രെയിൻ. അപ്പോൾ ഇനിയിപ്പോൾ അതിന് പോകാൻ നിൽക്കുകയാണ്. ഇപ്പോൾ എല്ലാവരും അവിടേക്ക് വരാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിന് വരണോ? നമ്മളിവിടെയൊക്കെ നല്ല നേരെ ചെറുകര പ്ലാറ്റ്ഫോമൊക്കെ പുതിയതായിട്ട് എന്താ പൈപ്പൊക്കെ പിന്നെ വെള്ളമില്ല കേട്ടോ, വെള്ളമില്ല. പിന്നെ അടിപൊളിയാക്കിയിട്ടുണ്ട് നമ്മളിവിടെയൊക്കെ. ഇനി ഞാനേ അവിടെ പോയിട്ട് കേട്ടോ. അപ്പം പെണ്ണുണ്ടല്ലോ ബ്യൂട്ടീഷ്യൻ്റെ അവിടെ പോയിട്ട് പുറപ്പെടാൻ വേണ്ടിയിട്ട് പോയിരുന്നു കേട്ടോ. വെൽക്കം ഡ്രിങ്കൊക്കെയാണ്. വീടിൻ്റെ പിന്നാമ്പറ ഉണ്ട്, റബ്ബറും കാടുണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പം ഇനി പെണ്ണ് വന്നിട്ട് കണ്ടിട്ട് നമുക്ക് ഉള്ളിൽ പോകാം. ഇതാണ് കേട്ടോ കല്യാണപ്പെണ്ണ്. ഏട്ടൻ്റെ മോള് ചിന്നു എന്നാണ് വിളിക്കുക. അപ്പോൾ പുറപ്പെടലൊക്കെ കഴിഞ്ഞ് വന്നതാണ്. അപ്പോൾ അവളെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, അവരൊക്കെ ഒന്ന് കാണാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരുടെ ചെക്കൻ്റെ അമ്മയാണ് കേട്ടോ. വള ഇടുന്ന ചടങ്ങാണ്. അമ്മയും പെങ്ങളും ഒരനിയനൊക്കെ ഉണ്ട്, അച്ഛനും ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ അവർ വള ഇടുകയാണ്. നമ്മുടെ നാട്ടിലൊക്കെ നിശ്ചയിച്ച് ചെക്കൻ ഇവിടെ ഇല്ല കേട്ടോ, ചെക്കൻ ഗൾഫിലാണ്. അപ്പോൾ അമ്മയാണ് കേട്ടോ വളയൊക്കെ ഇടുന്നത്. പിന്നെ അത് കഴിഞ്ഞ് കുറേ സമ്മാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാലൊക്കെ തൊട്ട് നമസ്കരിക്കുന്ന ചടങ്ങ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അത് പെങ്ങളാണ്. പെങ്ങൾ മിഠായിയൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു അനിയൻ. ഈ കുട്ടി വയലിൻ വായിക്കുന്ന കുട്ടിയാണ് കേട്ടോ, പ്രോഗ്രാമിനൊക്കെ പോകാറുണ്ട്. പിന്നെ അതുപോലെ അച്ഛൻ്റെ വകയും ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട്സാണ്, ചെക്കൻ്റെയൊക്കെ ഫ്രണ്ട്സാണ്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഒരുപാട് സമ്മാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ അവർക്ക് കിട്ടിയ സമ്മാനങ്ങളാണ് കേട്ടോ. ഡ്രസ്സ്, ഫോണ്, സ്വീറ്റ്സ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. കഴിച്ചു കേട്ടോ. $4:20 ട്രെയിനുണ്ട്. അപ്പോൾ ഒരു 2:50 നമുക്കതിന് പോകണം. നമ്മളവിടെ പോകുന്നു കേട്ടോ. പിന്നെ 4:20 ട്രെയിൻ. അപ്പോൾ കുറച്ച് നേരത്തെ ഇവിടെ എത്തി. അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. മക്കളും അച്ഛനും അമ്മയും ഇളയച്ഛനും ഇളയച്ചന്മാരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് സമയം കൂടെ ഉണ്ട്. അപ്പോൾ മക്കളൊക്കെ ഇതിൽ വാണിയമ്പലത്താണ് കേട്ടോ. കുട്ടികളൊക്കെ കളിക്കുന്നു. പൈസ കൊടുക്കണ്ട തോന്നുന്നുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ ഫ്രീ ആയിട്ടുള്ളതാണ്. വളരെ നമുക്കും കയറാം. ഊഞ്ഞാൽ ഞങ്ങൾ നിലമ്പൂരൊക്കെ പോയി വന്നിട്ട് നിശ്ചയം കഴിഞ്ഞു. ഫുഡ് കഴിക്കണം നടക്കാൻ പറ്റിയില്ല. ആ സമയം അവർ വരുമ്പോഴന്നെ ഒരുപാട് വഴുകിയിട്ടുണ്ടായിരുന്നു. അത് പിന്നെ കഴിക്കാനൊന്നും കഴിക്കണമെന്നൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. അതിൻ്റെ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നിശ്ചയം കഴിഞ്ഞു. ഇന്നത്തെ ഞായറാഴ്ചയും കഴിഞ്ഞു. അതൊന്ന് വെള്ളം വന്നിട്ടുണ്ട്. രാവിലെ ഒന്നും വെള്ളം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ നിറച്ചിട്ടുണ്ട് കേട്ടോ. അടുത്തുള്ള വീട്ടിലെ കുട്ടി നിറച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ചോറ് ഇന്ന് ഗ്യാസെന്ന് വെച്ചിട്ടുണ്ട്, ഇറക്കി വയ്ക്കുകയെന്ന് വെച്ചിട്ടാണ്. എന്തായാലും ഒരു കറി ഉണ്ടായിരുന്നു. വെയ്യ, മൊത്തം വെയ്യ കേട്ടോ. യാത്ര ചെയ്തിട്ടേ ട്രെയിനിലാണെങ്കിൽ ഭയങ്കര തിരക്ക്. നിലമ്പൂർ മുതൽ പട്ടിക്കാട് വരെ ഞങ്ങൾ നിന്നു കേട്ടോ. വാണിയമ്പലത്തിലാണ് കയറിയത്. നിലമ്പൂരിൽ തന്നെ ഫുള്ളായിരുന്നു. ഇനിയിപ്പോൾ വെള്ളം ഉണ്ട് ഏതായാലും. അപ്പം ഞാൻ മേലെ നമ്മുടെ പച്ചക്കറി ഇല്ലേ അതും കൂടെ നനയ്ക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര തൊട്ട് ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. സപ്പോർട്ട്